എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നമ്മുടെ നന്മയുള്ള കള്ളൻ്റെ അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടിലാണ് വന്നിരിക്കുന്നത്. മറ്റന്നാൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഹൗസ് വാമിംഗ് നടക്കുന്ന വീടാണ്. നമ്മുടെ കമ്പനിയുടെ എല്ലാ പാക്കേജുകളും ഉള്ള ഒരു പ്രീമിയം ക്ലാസ് ക്ലീനിങ് ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫെല്ലാം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമ്മുടെ വീട്ടിലെയും ക്ലീനിങ്ങിൻ്റെയും ഒക്കെ വിശേഷങ്ങളിലേക്ക് കാണാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ജനറൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവർ 2-3 പേരെ കൊണ്ടൊക്കെ ഒരു ക്ലീനിങ് ചെയ്യിച്ചു. പക്ഷേ അതിന് ശേഷം ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കസ്റ്റമൈസറാണ്. കസ്റ്റമർക്കുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കി ആണ് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പോലും സിംഗപ്പൂർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ നമുക്ക് കുറച്ച് സജഷൻസ് തന്നിട്ടുണ്ട്. കാരണം ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ഉണ്ടാവാവുന്ന ഫിനിഷിംഗ് വർക്കുകൾ നടക്കുമ്പോഴും ഒക്കെ ഉണ്ടാവാവുന്ന ലേബേഴ്സിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ കബോർഡുകളിൽ ഉണ്ടാവുന്ന മാർക്കിങ്ങുകൾ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇത് ഒട്ടിക്കുന്നതിനും ബാക്കിയൊക്കെ ഉപയോഗിക്കുന്ന ഗമ്മുകൾ, സ്കെച്ചിൻ്റെ ഒക്കെ മാർക്കിങ്ങുകളൊക്കെ മിററിലുണ്ടാവുന്നത്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാടുകളും എല്ലാം പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി ഫിറ്റിങ്സുകൾ വരുമല്ലോ. നമ്മുടെ ഹൗസ് വാമിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും AC ഫിറ്റിങ്സ്, കട്ടൺ ഫിറ്റിങ്സ് അല്ലെങ്കിൽ കബോർഡ്സിൻ്റെ ആണെങ്കിലും ഓരോ ഐറ്റംസ് അതിനൊക്കെ ഫിറ്റിങ്സായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ലേബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അവർ ഫിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൈപ്പാടുകൾ വരുന്ന പാടുകൾ, അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ്ങുകളെല്ലാം ചെയ്യാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള ദിനം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആഫ്റ്റർ 2 ഡേയ്സ് അവർ ഹൗസ് വാമിംഗ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഓൾ ഫർണിച്ചേഴ്സ് എല്ലാം ഇതിൽ വരുന്നു. അവർ പാത്രങ്ങൾ വരുന്നു. അവരുടെ ഈ വീട്ടിലുള്ള ജീവിതവും താമസവും ആരംഭിക്കുന്നു. അപ്പോൾ ഒരിക്കലും അതിന് ശേഷം ഒരു ക്ലീനിങ് എളുപ്പമല്ല. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ദിവസം ഇന്ന് തന്നെയാണ്.
നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ബെഡ്റൂമിലും ഹാളിലായിട്ട് നമ്മുടെ ക്ലീനിങ് വർക്കുകളൊക്കെ നടക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ പുറകിൽ ഷീറ്റിൻ്റെ മുകളിൽ കുറച്ച് കരിയിലകൾ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ നേരെ അവിടെ പ്രഷർ പമ്പ് അടിച്ച് ക്ലീൻ ചെയ്തു. സ്വാഭാവികമായിട്ടും ആ കരിയിലെല്ലാം താഴെ വീണ് അവിടെ നമ്മൾ താഴത്തെ ടൈലും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ പുറമേ നിന്നുള്ള ജനല ക്ലീൻ ചെയ്യുന്നതൊക്കെ സൂപ്പർ ലാഡർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നു. സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ ഗ്ലാസ്സാണ് വരുന്നത്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ്. അപ്പോൾ അത് നമ്മൾ ടെലിസ്കോപ്പിക് മോപ്പ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഫിനിഷാണ്. ഇനി നമുക്കൊന്ന് ഒരു ഹോം ടൂർ ആവാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇവിടെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന സന്തോഷത്തോടെ നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷം. കാരണം വെച്ചാൽ വർക്കിന് വരുന്നു, വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല, വർക്ക് കഴിഞ്ഞ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് തരുമ്പോണ്ടാവുന്ന ഞങ്ങളുടെ ടീമിനും ഞങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.